ആവശ്യത്തിന് വേണ്ടി നമ്മളടുത്ത് സംസാരിക്കാൻ വരുന്നു. ഗബ്രി പുറത്തായതിനു ശേഷമാണ് ജാസ്മിൻ നന്ദനയോട് മിണ്ടി തുടങ്ങിയെന്നാണ് നന്ദന പറയുന്നത്. തുടക്കത്തിൽ ഒരു ഹഗ്ഗിന്റെ കാര്യത്തിൽ പിണങ്ങിയതാണ്, പിന്നെ എന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നന്ദന പറയുന്നുണ്ട്. ആളുടെ ആവശ്യത്തിന് വരുന്നു എന്നൊരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. ഗബ്രി പോയതിനു ശേഷം അർജുനുമായും ശ്രീതുവുമായും ജാസ്മിൻ കൂട്ടുകൂടിയത് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടോ? ജിൻഡോയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ജിൻഡോയുമായി കൊഞ്ചി കളിക്കുന്നതൊക്കെ ജാസ്മിന്റെ ഫേക്ക് കളിയാണോ? ടോപ്പ് 5 എത്തുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. എത്തട്ടെ. ജാസ്മിൻ ശരിക്കും ടോപ്പ് 5 അർഹിക്കുന്നുണ്ടോ? ജാസ്മിൻ പലതും ത്യജിച്ചാണ് കളിച്ചതെന്നൊക്കെ പറയുന്നവരുണ്ട്. പുറത്ത് എന്തൊക്കെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ എന്റെ രീതിയിലേ കളിക്കൂ എന്ന് പറഞ്ഞ് ഇമേജ് നോക്കാതെ കളിച്ചൊരു മത്സരാർത്ഥിയാണെന്നും പറയുന്നവരുണ്ട്. ജാസ്മിന്റെ സന്തോഷത്തിന് വേണ്ടി ജാസ്മിൻ ഓരോന്ന് ചെയ്തു. പുറത്ത് ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, എന്നിട്ടും ജാസ്മിൻ അത് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതല്ലേ ശരിക്കും നടന്നത്? അല്ലാതെ ജാസ്മിനെ ഒരു പോരാളിയാക്കേണ്ട ആവശ്യമുണ്ടോ? ചേട്ടൻ ഉറപ്പായിട്ടും അവിടെ ടോപ്പ് 5 എത്തുന്നുള്ള ഒരു ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കില്ല, ജാസ്മിനാണ് ഇത്തവണത്തെ കപ്പ് എന്നുള്ള വോയിസ് ഒക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ കപ്പ് വേണമെന്ന് പറഞ്ഞ് അധ്വാനിച്ച് കളിച്ചുകൊണ്ട് തന്നെ കപ്പ് കൊടുക്കാൻ പ്രേക്ഷകരായ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ആർക്കാണ്? നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.